നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കംപ്ലയിൻസ് ഫോമാണ് നമ്മൾ കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കംപ്ലയിൻസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡ് മീറ്റിംഗ് വിത്തിൻ 30 days നമ്മൾ ഹെൽഡ് ചെയ്യണം. അതായത് ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് ഹെൽഡ് ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്തൊക്കെ ഐറ്റംസ് കൺസിഡർ ചെയ്യണമെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം ഫയൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 81 എന്ന് പറഞ്ഞ ഫോമാണ്. 81 എന്താണ് ഫയൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഡിറ്റിന് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 81 ഫയൽ ചെയ്യുന്നത്. ഈ ബോർഡ് മീറ്റിങ്ങിനെ കണക്റ്റഡ് ആണ് കേട്ടോ ഈ രണ്ട് ഫോംസ് എന്ന് പറഞ്ഞാൽ INC-22 അതേപോലെ തന്നെ 81 എന്ന് പറഞ്ഞാലും. 81 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്റിന് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഫോം ആണെങ്കിൽ നമ്മുടെ ബോർഡ് മീറ്റിംഗ് ഹെൽഡ് ചെയ്ത് വിത്തിൻ 30 days ഫയൽ ചെയ്യണം. നെക്സ്റ്റ് വരുന്ന ഫോം എന്ന് പറഞ്ഞാൽ INC-22 എന്ന് പറയുന്ന ഫോം നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഇൻകോർപ്പറേഷൻ സമയത്ത് നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ഓഫീസ് കമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോമിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് INC-20A. INC-20A എന്ന് പറഞ്ഞാൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോമാണ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോമാണ് INC-20A എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫയൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയാണ് നമ്മുടെ ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യേണ്ട 3 ഫോംസ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ മാക്സിമം വി ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 15 months. കമ്പനീസ് ആക്ടിൽ പറയുന്നത് ഇപ്പോൾ ജനുവരിക്ക് ശേഷം ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് അക്കൗണ്ട്സ് വിത്തിൻ 3 months കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു 15 months. നെക്സ്റ്റ് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് AGM എപ്പോഴാണ് വരുന്നതെന്നാണ്. ഫസ്റ്റ് AGM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് വിത്തിൻ 9 months ഹെൽഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാർച്ചിൽ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഡിസംബറിലാണ് ഫസ്റ്റ് AGM വരുന്നത്. ഫസ്റ്റ് ഇയറിൽ മാത്രം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 6 months നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഇത് കൺക്ലൂഡ് AGM ഹെൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ ചെയ്യേണ്ട ഫോമുകൾ ഏതൊക്കെയാണ്? AOC 4 എന്ന് പറഞ്ഞ ഫോമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മൊത്തം ടാഗ് ചെയ്യുന്ന ഫോമാണ്. നെക്സ്റ്റ് MGT-7 or 7A. MGT-7-7Aയുടെ ഡിഫറൻസ് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണാം. MGT-7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ റിട്ടേൺ ആണ്. കമ്പനിയുടെ എല്ലാ കംപ്ലയിൻസും റിപ്പോർട്ട് ചെയ്ത ഫോമാണ് MGT-7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഫയൽ ചെയ്യേണ്ടത് 81 എന്തിനാണ് ഫയൽ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റിനാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഫോമാണ്. ഇത്രയും ഫോംസാണ് ഇൻ ജനറൽ നമുക്ക് ഗ്രിപ്പ് വേണ്ടത്. ഈ 3 ഫോം നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കണം. ഇത് കൂടാതെ വരുന്ന ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബോർഡിൻ്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ DR-12 ചോദിക്കണം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫസ്റ്റ് ഓഡിറ്റർ എന്തെങ്കിലും റിമൂവലോ റെസിഗ്നേഷൻ എന്തെങ്കിലും വരുമ്പോൾ ADT-3 ചോദിക്കണം. ഇത്രയാണ് ബേസിക്കലി നമുക്ക് വേണ്ട ഫോംസ്.